ഇന്നത്തെ ഗൈഡഡ് ടോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് കാലിബ്രേഷൻ എന്നുള്ളതാണ്. ചിലപ്പോൾ ആ വേർഡ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംതിങ് എന്തോ ഡീപ്പായിട്ട് തോന്നും. പക്ഷേ ജിടിയിൽ പലപ്പോഴും നമ്മൾ വളരെ അതിസങ്കീർണമായിട്ടുള്ള ടേംസിനെയും ആസ്പെക്ട്സുകളൊക്കെ വളരെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് കീറി മുറിച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇന്ന് ഞാൻ മൈക്രോസ്കോപ്പിക് കാലിബ്രേഷൻ എന്ന വേർഡ് എടുക്കാൻ തന്നെയുള്ളൊരു കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ സ്പിരിച്വൽ ഫാസ്റ്റിംഗ് മന്തിലേക്ക് എല്ലാവരും പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് സൂക്ഷ്മാലുക്കളാവുക, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനോട് ദൈവം തമ്പുരാന് അടക്കം പ്രാപിക്കുന്ന അടക്കം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അച്ചടക്കം ശീലിക്കുന്ന ദേഹേച്ഛകളിൽ നിന്നും ഒന്ന് മാറി നിന്നിട്ട് നമ്മളെ ആത്മാവിൻ്റെ ഇച്ഛയിലേക്ക് നമ്മളെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തിയെടുക്കുന്ന ആ പ്രക്രിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ സൂക്ഷ്മത എന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ മറ്റൊരു ലെൻസിലൂടെ നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആ സൂക്ഷ്മത എന്ന വേർഷനെ മറ്റൊരു ലെൻസിലൂടെ നോക്കുമ്പോഴാണ് മൈക്രോസ്കോപ്പിക് കാലിബ്രേഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഞാൻ വേഗം വിഷയത്തിലേക്ക് വരാം. ഓക്കെ, മൗലാന ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 രീതിയിൽ ജീവിക്കാം ഈ ഭൂമിയിൽ. ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നടക്കുന്ന ഒക്കെ വണ്ടർ അടിപ്പിക്കുന്ന മാജിക്കലായിട്ട് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം. എന്ത് കണ്ടാലും അത്ഭുതം കൂറലല്ലാണ്ട് വണ്ടർ അടിക്കലല്ലാണ്ട് വൗ ഫാക്ടർ മാജിക്കൽ മൊമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനെയും പെർസീവ് ചെയ്ത് പോകാം. അതല്ലെങ്കിൽ യു ക്യാൻ ലിവ് ലൈക്ക് നത്തിങ് ഈസ് ലൈക്ക് എ വണ്ടർ. ഒന്നും ഒരു അത്ഭുതമുള്ള സംഭവമല്ല, ഒന്നിലും പ്രത്യേകിച്ച് ഒന്നും ആസ്വദിക്കാനോ അനുഭവിക്കാനോ ഒന്നുമില്ല. ലൈഫ് ജസ്റ്റ് മൂവ്സ് ഓൺ എന്നുള്ള രീതിയിലേക്കും നിങ്ങൾക്ക് കടന്നു പോകാമെന്നുള്ളതാണ്. ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം പറഞ്ഞിട്ടുള്ള ലൈഫ് ഒരു സെലിബ്രേഷൻ ആകുന്നത് ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള കാലിബ്രേഷൻസ് നടക്കുമ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതത്തോടു കൂടി നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ നിമിഷത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നുന്നില്ലെങ്കിൽ ഈ നിമിഷത്തെ സാധാരണയായിട്ടുള്ള ഒരു നിമിഷമായിട്ട് നമുക്ക് അനുഭവിച്ച് തീർക്കാം. വെറും സാധാരണയായിട്ട് തോന്നുന്ന ഇതേ നിമിഷത്തെ തന്നെ വല്ലാത്ത അത്ഭുതം കൂറിനിരിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റാം. അത് എങ്ങനെ ആയി മാറുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലുള്ള സൂക്ഷ്മതലത്തിലുള്ള നിരീക്ഷണ ബോധത്തിലൂടെയാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് കാണാനാണ്, എന്ത് അന്വേഷിക്കാനാണ്, എന്ത് ചെയ്യാനാണ്. ആ ട്യൂണിങ്ങിന് അനുസരിച്ച് ആ ട്യൂണിങ് ഒരു ഫൈൻ ട്യൂണിങ് ലെവലിലേക്ക് നമ്മളെ മനസ്സും ചിന്തകളും എത്തുമ്പോൾ എല്ലാത്തിലും അത്ഭുതം കൂറി നിൽക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഇതൊരു സാധാരണ മൊമെൻ്റ് പോലെ ഫീൽ ചെയ്യും. ഒരു നോർമൽ സൺഡേ മോർണിംഗ്, എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ഗൈഡഡ് ടോക്ക്. പക്ഷേ ഈ നിമിഷത്തെ പോലും നമ്മൾ വേണ്ട വിധത്തിലൊന്ന് കീറി മുറിച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികം സാധാരണ എന്ന് തോന്നുന്ന ഈ നിമിഷത്തിൽ പോലും നമുക്ക് അസാധാരണ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റും. ചിലർക്ക് അത് ഈ നിമിഷത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. മറ്റു ചിലർക്ക് ഈ നിമിഷമൊക്കെ കുറേ കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴായിരിക്കും ഈ നിമിഷത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള അത്ഭുതം കൂറാനുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള സീക്രട്ടുകൾ റിവീൽ ചെയ്ത് കിട്ടുക. ഈ ഭൂമി നിറയെ സൃഷ്ടിച്ച തമ്പുരാന് നമുക്ക് സർപ്രൈസുകളാണ് ആക്കി വെച്ചിട്ടുള്ളത്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ എത്തിയത് മുതലേ അന്വേഷണത്തിലാണ് അല്ലേ. നമ്മളെല്ലാവരും അന്വേഷികളാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന സമയം മുതലേ മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ട് ഭൂമിയിലേക്ക് ദൈവം തമ്പുരാൻ വിട്ടിരിക്കുന്നത് തന്നെ ചിന്തിച്ച് ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുക എന്ന് പറയുമ്പം 2 തരത്തിലാണ്. ഒന്നാമത്തെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ചിന്തയുടെ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ ചില റിയലൈസേഷനുകൾ ഉണ്ടാവലാണ്. നമ്മുടെ സെൻസ് ഓഫ് പർപ്പസിനെ പറ്റിയിട്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ക്രിയേറ്റീവായിട്ട് ആക്ഷൻ എടുത്തിട്ട് എന്തെങ്കിലും കണ്ടെത്തുന്നില്ല. ജസ്റ്റ് ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ തന്നെ വെളിച്ചം കാണുമ്പം, സൂര്യനെ കാണുമ്പോൾ ഇത് എവിടുന്നും വരുന്നു, ഇത് എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെ ഇത് കുറച്ച് സമയം കാണാണ്ടാവുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ഉദിക്കുന്നുണ്ട്, എന്താണ് ഈ സംഭവിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചില മാറ്റങ്ങൾ, ചില വ്യത്യാസങ്ങൾ, ചില പാറ്റേൺസ് വളരെ കേന്ദ്രീകൃതമായിട്ട് വളരെ പാറ്റേണോട് കൂടിയിട്ട് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ സൂര്യൻ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചില ഘട്ടങ്ങളിൽ മാഞ്ഞു പോകുന്നുണ്ട്, ചെറുതാകുന്നുണ്ട്, വലുതാകുന്നുണ്ട്, ഫുള്ളാവുന്നുണ്ട്, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അത് ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിറകിൽ തന്നെയുള്ള പാറ്റേണുകളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പം നമുക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നും. ഇത് ഒന്നാമത്തെ ദൃഷ്ടാന്തമാണ്. പാറ്റേണുകളെ കാണാൻ പറ്റുക, ഇൻഡിക്കേഷൻസിനെ പിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ആദ്യ ഘട്ടത്തിലുള്ള സൈൻ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്ത തലമാണ്. അവിടെ നമ്മളൊരു വണ്ടർ ഫീലിംഗ് ഉണ്ടാവുന്നതാണ്.
നമ്മളെ ലൈഫിലും പലപ്പോഴും ഇതുപോലെ നമ്മളൊന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, നല്ലോണം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന ചില പാറ്റേണുകൾ ഉണ്ടായിരിക്കും. ആവർത്തിക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ചില പോയിന്റുകൾ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഡോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പം നമുക്കൊരുപാട് സർപ്രൈസുകളായിരുന്നു ദൈവം തമ്പുരാൻ, പടച്ചവൻ നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലായിട്ട് ഒതുക്കി വെച്ചത്, ഒളിപ്പിച്ച് വെച്ചത് എന്നറിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും, നമുക്ക് ജീവിക്കാനും ജീവിതത്തെ സമീപിക്കാനും ഒരു ഹരം വരുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഗൈഡഡ് കോഡൊക്കെ ചെയ്ത ആൾക്കാരിൽ ആ ഹരം കാണാറുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഓരോ വിഷയം കിട്ടുമ്പോഴും അതിനെ പറ്റി ഒന്ന് ചിന്തിച്ച്, വേറൊന്നും അവർ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്ന് ചിന്തയിൽ മുഴുകിയിരുന്നിട്ട് തന്നെ അതിൻ്റെ പിറകിലുള്ള ഡിവൈൻ ബ്രില്യൻസ് ഡീകോഡ് ചെയ്യുമ്പോൾ മാസ്റ്റർ പ്ലാനിൽ എന്താണ് മാസ്റ്റർ ഡിസൈനർ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു റിലീഫ്. മേ ബി ജീവിതത്തിൽ ഒരു വലിയ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. കാഴ്ചയിൽ പ്രത്യക്ഷത്തിൽ അത് പ്രശ്നമായിരുന്നു. പക്ഷേ നമ്മുടെ ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെറ്റാ കോഗ്നിറ്റീവ് ലെവലിൽ നമ്മളതിൻ്റെ ബ്രില്യൻസിനെ കുറിച്ച് ആലോചിച്ച് കുറച്ചങ്ങ് ചിന്തിച്ചു പോയപ്പം, ഓ ഇതിൻ്റെ പിറകിലും ഒരു ബ്ലെസ്ഡ് റീസൺ ഉണ്ടല്ലേ, ബ്ലെസ്ഡ് റീസൺ ഉണ്ടാകാമല്ലേ, ഈ കഴിഞ്ഞു പോയ ചില സംഭവങ്ങൾക്ക് പിറകിലും ചില സർപ്രൈസുകളും ഗിഫ്റ്റുകളും മുകളിലുള്ളവൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നറിയുമ്പം നമ്മൾ ഇതുവരെ കൺക്ലൂഡ് ചെയ്ത പെർസീവ് ചെയ്ത ആസ്പെക്റ്റിൽ നിന്നും ട്രൂത്തിനെ നമ്മൾ പെർസീവ് ചെയ്യുമ്പം, ട്രൂത്തിനെ നമ്മൾ കൺസീവ് ചെയ്യുമ്പം, ട്രൂത്തിനെ നമ്മൾ പുറത്തേക്ക് അതിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഹരമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ലൈഫ് ഒരു മാജിക് ആണ്, ലൈഫ് ഒരു വണ്ടർ ആണ് എന്ന ഫീലിങ്ങിലിരിക്കുക. ഇത് വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളല്ല. മാക്രോ ലെവലിൽ ഇതുപോലത്തെ വലിയ വലിയ അത്ഭുതപ്പെടുത്തുന്ന സർപ്രൈസ് ചെയ്യിക്കുന്ന സീക്രട്ടുകൾ നമുക്ക് നമ്മുടെ ലൈഫ് ഇങ്ങനെ ജീവിച്ച് ഓരോ മൊമെൻറ്റിലെത്തുമ്പം അതൊന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ കൂടി അത് മാക്രോ ലെവലിൽ സംഭവിക്കുന്നതിന് തുല്യമായി തന്നെ ഓരോ സെക്കൻഡിലും അത്തരത്തിലുള്ള അത്ഭുതം കൂറുന്ന സർപ്രൈസുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് ഓരോ സെക്കൻഡും സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ശ്വാസത്തിലും ഓരോ ചലനത്തിലും ഓരോ നോട്ടത്തിലും നമ്മൾ ആ രഹസ്യം എന്താണ്, ആ സർപ്രൈസിങ് എലമെൻ്റ് എന്താണ്, ഈ നിമിഷവും ഏത് സർപ്രൈസിങ് മൊമെൻറ്റിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കുമ്പം നമ്മുടെ ലൈഫ് മൊത്തം സെലിബ്രേഷനായിട്ട് മാറുന്നു. ഈ സെലിബ്രേഷനായിട്ട് ലൈഫിനെ മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന തോട്ട് പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ മൈക്രോസ്കോപ്പിക് കാലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ നിമിഷം മാത്രം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ചേർന്നിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കുറേ നിമിഷങ്ങൾ ചേർന്നിട്ട് കുറച്ച് ദിവസങ്ങളായി മാറി, ആ ദിവസങ്ങൾ ചേർന്നിട്ട് ആഴ്ചകളായി മാറി, ആ ആഴ്ചകൾ ചേർന്നിട്ട് മാസങ്ങളായി മാറിയിട്ട്, ആ മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്ക് കഴിഞ്ഞ കുറേ നിമിഷങ്ങൾ തുന്നിക്കോർത്ത് വെച്ച് മാസങ്ങളായി മാറിയിട്ട്, ആ മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം നമ്മൾ ആ മാസങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കുമ്പോഴായിരിക്കും 2 മാസം മുന്നേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു, അതിൽ ഞാൻ ഇങ്ങനെ എത്തുന്നു, അതിനുശേഷം ഒരു ആഴ്ചക്ക് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിൽ ഞാൻ ഇവിടെ എത്തുന്നു, അതിനുശേഷം 2 ദിവസം മുന്നേ അതിനെ ഇതിലേക്ക് നയിക്കുന്നു. ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഓരോ നിമിഷവും ഈ പാറ്റേണുകൾ കണക്ട് ചെയ്ത് എനിക്ക് സർപ്രൈസുകളും സെൽഫ് ഡിസ്കവറിയിലേക്ക് നയിക്കുന്ന ചില മൊമെൻറ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നിമിഷത്തിലൊന്ന് ഇരുന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ നിമിഷവും ഏതൊക്കെയോ സർപ്രൈസുകളിലേക്ക് നിങ്ങൾ ഒരുക്കാണ്. ആ മൊമെൻറ്റിൽ എത്തുമ്പോൾ മാത്രമാണ്, ആ റിവീലിംഗ് മൊമെൻറ്റിൽ എത്തുമ്പോൾ മാത്രമാണ്, ഓ ഈ നിമിഷവും അതിന് വേണ്ടിയിട്ടായിരുന്നോ. ചിലപ്പോൾ ആ സർപ്രൈസ് റിവീലിംഗ് മൊമെൻറ്റിൽ എത്തുമ്പം ഇന്ന് കേട്ട ഗൈഡഡ് ടോക്കിലെ ഏതെങ്കിലും വരി പോലും നിങ്ങൾക്ക് അതിന് ഗുണകരമാവും. അപ്പം നിങ്ങൾ ഓർക്കും, ഓക്കെ ഗൈഡഡ് ടോക്കിൽ ഞാൻ അന്ന് ഇരുന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരൊറ്റ വരി കേൾക്കാനായിരുന്നു, ആ ഒരൊറ്റ വിസ്ഡമാണ് ഈ ഘട്ടത്തിലെ സർപ്രൈസ് കണ്ടെത്താൻ എന്നെ സഹായിച്ചത്. ഓ മൈ ഗോഡ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്നെ അവിടെ കൊണ്ടിരുത്തിയത് എന്നുള്ളതാണ്. ഈ രൂപേണ ലൈഫിലെ ഒരു സെലിബ്രേറ്റിംഗ് മൊമെൻറ്റുകൾ എത്തുമ്പം അതിനെ വളരെ മാജിക്കലായിട്ട് സർപ്രൈസിങ് ഫീലിങ്ങോട് കൂടി, എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യവാന്മാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിബ്രേഷൻ സ്കില്ലുള്ളവരാണ്. ആ മൊമെൻറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ മൊമെൻറ്റ് എപ്പോൾ വന്നാലും അതിനെ സ്വീകരിക്കാൻ എല്ലാ നിമിഷത്തിലും സെലിബ്രേഷൻ ഫീലിങ്ങിൽ തന്നെ അതിനെ കാലിബ്രേറ്റ് ചെയ്യുന്നവരായിട്ട് മാറുക. അതിലേക്ക് വല്ലാണ്ട് ഉപകാരപ്പെടുത്തുന്ന ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു ശീലമാണ് നമ്മളെ ഓരോ സെക്കൻഡുകളെയും ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് പെർസീവ് ചെയ്യുക എന്ന് പറയുന്നത്. മേ ബി ഈ ദിവസങ്ങൾ വളരെ ദുർഘടകരമായിട്ട് തോന്നുന്ന, കഷ്ടമായി തോന്നുന്ന, പ്രതിസന്ധിയായിട്ട് തോന്നുന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രതിസന്ധികളൊക്കെ ഒരു സർപ്രൈസ് റിവീലിംഗ് മൊമെൻറ്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് മാറാനുള്ളതാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പാടെ നശിച്ചു പോകും, പാടെ ഇല്ലാണ്ടായി പോകും, ഞാൻ ഒന്നുമല്ലാണ്ടായി പോകും എന്നാണ്
നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഈ മൊമെൻറ്റുകളൊക്കെ കൂട്ടി വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളൊരു സെലിബ്രേഷന് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളൊരു ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഈ നിമിഷത്തിൽ പോലും മൈക്രോസ്കോപ്പിക് ലെവലിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സജഷൻ ഇതൊക്കെ ചേർന്നിട്ട് ഇങ്ങനൊരു പ്രശ്നമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇതൊക്കെ ചേർന്നിട്ട് ഇങ്ങനൊരു പ്രശ്നമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക. മേ ബി നിങ്ങൾക്ക് സർപ്രൈസുകൾ അതിൽ നിന്നും റിവീൽ ചെയ്യാനുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഈ നിമിഷത്തിലെ മൈക്രോസ്കോപ്പിക് തിങ്കിങ്ങിലൂടെ കാലിബ്രേഷനിലൂടെ കോർത്ത് വെച്ചിരിക്കുന്നത് ആ സർപ്രൈസ് മൊമെൻ്റ് വരുമ്പം അത് കാണാതെ അതെന്താണെന്ന് കണ്ടെത്താൻ പറ്റാതെ അതെന്താണെന്ന് ആസ്വദിക്കാൻ പറ്റാതെ നിങ്ങൾ ഈ നിമിഷത്തെ മൊത്തം കാലിബ്രേറ്റ് ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് കളക്റ്റീവായിട്ട് കൂട്ടി വെച്ചിരിക്കുന്നത് ഇത് എന്തോ ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് നയിക്കുന്നതാക്കി കഴിഞ്ഞാൽ പല ആളുകൾക്കും സെലിബ്രേഷൻ മൊമെൻറ്റുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ അടിച്ചു പൊളിച്ച് സന്തോഷിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും പറ്റിയില്ല, ഇതിൻ്റെ ഇടയിൽ കൂടി അതൊക്കെ കയറി വന്ന് എന്ന് പറയുമ്പം ആ പറച്ചിലുകൾ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പറച്ചിലുകൾക്കുള്ള കാരണം ആ നിമിഷമല്ല, ആ നിമിഷത്തിലേക്ക് നയിച്ച മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് നിമിഷങ്ങളിലെ നിങ്ങളുടെ കാലിബ്രേഷൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതുകൊണ്ടാണെന്നുള്ള. അപ്പം ഈ രൂപേണ നിങ്ങൾക്ക് എന്തും ഒരു അത്ഭുതമായിട്ട് വേണമെങ്കിൽ നോക്കിക്കാണാം എന്ന് മൗലാന റൂമി പറഞ്ഞ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് മൈക്രോസ്കോപ്പിക് കാലിബ്രേഷൻ എന്ന് പറഞ്ഞതിൻ്റെ സീക്രട്ടുകൾ. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് അതെന്ത് എന്നതിനപ്പുറത്തേക്ക് ഈ നിമിഷവും കഴിഞ്ഞ് കടന്നുപോയി ഇതിനൊക്കെ പിറകിൽ ഒരു സീക്രട്ട് റിവീലിംഗ് ഉണ്ടെങ്കിൽ, ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സെർവൻറ്റ്, ഒരു ഡിവൈൻ സറണ്ടറൻസിലിരിക്കുന്ന ഒരു സെർവൻറ്റ്, അവനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ആ നിമിഷത്തിൽ അവൻ ആ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ പോലും അവൻ്റെ ഉള്ളിൽ അവൻ മന്ത്രിച്ചുകൊണ്ടിരിക്കുക, ഇതിൻ്റെ അകത്ത് ഒരു ഗിഫ്റ്റ് റിവീലിംഗ് പ്രോസസ്സ് നടക്കാനുണ്ട്. ഇതെന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിലേക്കാണെന്ന് ഈ നിമിഷത്തിൽ തന്നെ നമ്മൾ നമ്മളെ മൈൻഡിന് സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സോ പോസ് ഫോർ എ മൊമെൻറ്റ്, ഒരൊറ്റ മൊമെൻറ്റിലേക്ക് പോസ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് വെറുതെ ഒന്ന് സ്കാൻ ചെയ്യാം. ഞാനൊരു 1 മിനിറ്റ് സമയം തരാം. നിങ്ങൾ 1 മിനിറ്റ് നേരം നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്കാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ നിമിഷത്തിൽ നിങ്ങളുടെ ലൈഫിനെ സ്കാൻ ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിക് കാലിബ്രേഷൻ നടത്തുമ്പം ഇതൊരു സെലിബ്രേഷനിലേക്ക് നയിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ എപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ഇടത്ത് അത് ശരിയാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പോയാലും എങ്ങനെയൊക്കെ പോയാലും ശരിയാവാത്ത ഒരു ഘട്ടമുണ്ടല്ലോ, ആ ശരിയാവാത്ത ഘട്ടവും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി ശരിയാവുന്ന ഒരു ഘട്ടം വരാനുണ്ട്. ഈവൻ ദ റോങ് പാത്സ് ആർ ലീഡിങ് ടു ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ആ ശരിയാകുന്ന ഘട്ടം ഏതാണ് എന്നതിനെ ഓർത്തിട്ട് ശരിയാവാത്ത ഘട്ടത്തെ ആലോചിച്ചും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു 10 സ്റ്റെപ്പ് കയറാനുണ്ട്, 4 സ്റ്റെപ്പ് വരെ മുള്ള് കാണുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 3-ാമത്തെ സ്റ്റെപ്പിലെ മുള്ളും തറയ്ക്കും, 4-ാമത്തെ സ്റ്റെപ്പിലെ മുള്ളും തറയ്ക്കും. എത്ര ഫീലിങ്ങിലിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന 5-ൽ മുള്ളില്ല, 6-ൽ മുള്ളില്ല, 10 വരെ മുള്ളില്ല. അപ്പോൾ 4 സ്റ്റെപ്പ് വരെ ഞാൻ മുൾമുനയിലൂടെ അല്ലെങ്കിൽ മുള്ള് ചവിട്ടിക്കൊണ്ട് പോയാലും അതിനപ്പുറത്തേക്ക് അത് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള 5 സ്റ്റെപ്പിലും എനിക്ക് അതില്ല. അതിനപ്പുറത്തേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാലിന് വളരെ മൃദുലമായിട്ട് അനുഭവം നൽകുന്ന പരവതാനികൾ ചവിട്ടിക്കൊണ്ട് ഞാൻ പിന്നീട് പോകാനുള്ളതെന്ന് ചിന്തിക്കുമ്പം ഈവൻ ദിസ് റോങ് പാത്സ്, പെയിൻഫുൾ പാത്സ് ആർ ലീഡിങ് ടു ദ ഹാപ്പി ഡെസ്റ്റിനേഷൻ, ഹാപ്പി സ്റ്റെപ്സ് എന്നാകുമ്പോൾ നമ്മൾ ആ ഹാപ്പി സ്റ്റെപ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന മുൾവഴികളെക്കുറിച്ച് ഓർത്തിട്ട് നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാരണം നമ്മുടെ ഫോക്കസ് മുൾവഴികളിലല്ല, അതിന് ശേഷം വരാനിരിക്കുന്നതിലേക്കാണ്. ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ ആ മുള്ളിൽ ചവിട്ടുമ്പോൾ പോലും നമ്മളെ മൈൻഡ്, നമ്മുടെ ശരീരം അതിന് പാരലായിട്ട് മറ്റൊരു എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ ടേക്ക് പോസ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് സ്കാൻ യുവർ ലൈഫ് ആൻഡ് സീ ഇപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇതിലേതെല്ലാം കാര്യങ്ങൾ എനിക്കിപ്പോൾ സെലിബ്രേഷൻ ഫീലിങ്ങോട് കൂടി തന്നെ പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു ഫീലിംഗ് കിട്ടുന്നില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകൂല എന്ന് തോന്നുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം ശരിയാകൂല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയാകാൻ എത്ര സമയമെടുക്കും, അത് ശരിയാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് അത് ശരിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നിമിഷത്തിലേക്ക് തിരിച്ചു വന്ന് നോക്കുകയാണെങ്കിൽ, ഇതൊക്കെ ശരിയായതിനു ശേഷം ഈ നിമിഷത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ ശരിയായ സമയത്ത് കിട്ടുന്ന സന്തോഷത്തിലേക്ക് ശരിയായില്ല എന്ന് തോന്നിയ നിമിഷങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ പാകപ്പെടുത്തുന്നത് നോക്കുമ്പം ആ പാകപ്പെടുത്തലിലുള്ള ഒരു ആശ്ചര്യം നമുക്കുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില പെയിൻറ്റേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും, അവരിങ്ങനെ
പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരും. ചില ആർട്ടൊക്കെ ഇങ്ങനെ പേപ്പറിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരും. അതിങ്ങനെ ചെയ്ത് വന്ന് നിർത്തുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒന്നും തിരിയൂല. അപ്പോൾ നമുക്കൊന്ന് പാവട്ടോ ചെയ്തത് ശരിയായില്ലാന്ന്. അങ്ങനെ ശരിയായില്ലാന്ന് തോന്നി ഇങ്ങനെ നിൽക്കണ മൊമെന്റിലായിരിക്കും മൂപ്പര് നേരെ ആ ക്യാൻവാസ് എടുത്ത് ഒറ്റ തിരിക്കല്. അതോടുകൂടി ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ഇത്രയും നേരം ശരിയാകാത്ത തല തിരിഞ്ഞ രൂപേണ ഇയാൾ വരച്ചതൊക്കെ ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒറ്റ തിരിക്കലോട് കൂടിയിട്ട് അതിൻ്റെ ഫുൾ സർപ്രൈസ് റിവീൽ ചെയ്യാനായിരുന്നു. അവിടെയാണ് വീണ്ടും മൈക്രോസ്കോപ്പിക് കാലിബ്രേഷൻ സെലിബ്രേഷൻ ആക്കി മാറ്റാൻ വേണ്ടി റൂമി പറയുന്നുണ്ട്. ഒരു പക്ഷേ നിനക്ക് തോന്നാണ് നിന്റെ ജീവിതം അടിമേലെ മറിയുകയാണെന്ന്. പക്ഷേ നിനക്കറിയില്ലെങ്കിലോ ആ അപ്സൈഡ് ഡൗൺ സംഭവിക്കുമ്പോഴാണെങ്കിലോ നീ നിവർന്ന് നിൽക്കുന്നത് എന്ന് റൂമി ചോദിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും ചില കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്ന് തോന്നുമ്പോഴും ശരിയാകാത്ത ഓറിയന്റേഷനിലൂടെ കൊണ്ടിട്ടും ആ പണി പൂർത്തീകരിക്കാം. നമുക്ക് തോന്നുകയാണ് ശരിയല്ല. പക്ഷെ ശരിയല്ല എന്ന് തോന്നുന്ന ഓറിയന്റേഷനിലൂടെ കൊണ്ടുപോയിട്ട് ആ പണി തീർത്തതിന് ശേഷം, ആ അനുഭവം തീർത്തതിന് ശേഷം ഒറ്റ തിരിക്കൽ തിരിച്ചാൽ കംപ്ലീറ്റ്ലി ശരിയാവുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്ന ആംഗിളിൽ പോലും ശരിയായ ദിശയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. അത് ഡിവൈൻ മാജിക് ആയിരുന്നു, ഡിവൈൻ സർപ്രൈസ് ആയിരുന്നു. ഈ രൂപേണ നിങ്ങളുടെ പ്രതിസന്ധികളെ, നിങ്ങളുടെ ചലഞ്ചുകളൊക്കെ നോക്കിയിട്ട് ഇപ്പം എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, ഇപ്പം ഞാൻ നേരായ ദിശയിലല്ല പോകുന്നത്, എൻ്റെ ഓറിയൻറ്റേഷൻ ഒന്നും കറക്റ്റ് അല്ല, എന്നാലും ഞാൻ മൂവ് ചെയ്യുന്നുണ്ടോ? പ്രശ്നങ്ങളാണ് ആവർത്തിക്കേണ്ടത്. മൂവ് ചെയ്യുന്നുണ്ടോ? പ്രശ്നങ്ങൾ ചലിക്കുന്നുണ്ടോ? ആ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇതിങ്ങനെ ചലിപ്പിച്ച് ഒരു പോയിന്റിലെത്തുമ്പം എത്രത്തോളം ഞാൻ പ്രശ്നങ്ങൾ നേരിട്ടോ ആ പ്രശ്നങ്ങളുടെ നേരിട്ട അതേ തോതിൽ നിന്നുകൊണ്ട് ഒരൊറ്റ പ്ലേറ്റ് മറിക്കൽ സംഭവിച്ചാൽ ആ മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എനിക്ക് അനുകൂലമായിട്ട് മാറുകയാണെങ്കിൽ ആക്ച്വലി എതിർദിശയിലൂടെ എന്നെ സഞ്ചരിപ്പിച്ചിട്ട് എനിക്ക് അനുകൂലമായ ദിശയിലേക്ക് ഒന്ന് തിരിച്ചിടലാണ് മുകളിലുള്ള ഉദ്ദേശമെങ്കിൽ എന്ത് രസകരമായിട്ടാണ് ഈ ആർട്ട് അവൻ സംഭവിപ്പിക്കണമെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡമുണ്ട്, നമുക്ക് കിട്ടുന്നൊരു ആസ്വാദനമുണ്ട്. അങ്ങനെ ലൈഫിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് കൂടി പറയപ്പെട്ടതാണ് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത്. ഇത് സറണ്ടറൻസിൻ്റെ ഒരു മാജിക് കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് പെർസീവ് ചെയ്യാനും ഒന്ന് സ്കാൻ ചെയ്യാനും പറ്റുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മൾക്ക് ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ലതല്ലാത്ത കാലത്തെ പോലും നല്ലതാക്കി മാറ്റിമറിക്കാൻ പറ്റുന്നു. കാരണം ആ കാലം നല്ലതല്ലാണ്ട് സംഭവിക്കേണ്ടതാണെങ്കിൽ കൂടി ആ കാലത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സർപ്രൈസോട് കൂടിയിട്ട് സെലിബ്രേഷനോട് കൂടി നമ്മൾ പ്രീ ആയിട്ട് തന്നെ മുന്നേ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഇത് ഇങ്ങനെ ആയാൽ എന്ന രൂപേണ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ മൊമെൻറ്റിൽ എത്തുമ്പം എന്ത് മാജിക്സ് വേണമെങ്കിലും ഒരു ഫ്ലിപ്പോട് കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കാം എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ ലൈഫിനെ നോക്കി കാണുമ്പം ലൈഫ് ഈസ് ഓൾവേസ് എ സെലിബ്രേഷൻ എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇല്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇതായില്ല, ഞാൻ ഉദ്ദേശിച്ച ഘട്ടത്തിലേക്ക് അത് നയിച്ചില്ല, ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് അതിന് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിൽ വി ആർ മൂവിങ് ഫോർവേഡ്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മുന്നേ തെറ്റ് നമ്മൾ ഒരിക്കലും കൺക്ലൂഡ് ചെയ്യരുത്. ലൈഫ് മരണത്തോടു കൂടി മാത്രമേ നമുക്ക് ലൈഫ് എന്തായെന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുവരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. പല ആളുകളും നേരത്തെ തന്നെ ക്വിറ്റ് ചെയ്ത് പോകുന്നത് ഇത്തരത്തിൽ ഒരു കാലിബ്രേഷൻ അവരുടെ മൈൻഡിൽ നടക്കാത്തത് കൊണ്ടെന്നല്ല. എത്ര സിമ്പിളായിട്ടാണ് റൂമി പറഞ്ഞത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു വണ്ടറായിട്ട് നോക്കി കാണാം, അല്ലെങ്കിൽ ഒരു വണ്ടറും ഇല്ലാത്ത രീതിയിലേക്ക് ബ്ലണ്ടറായിട്ട് നിങ്ങൾക്ക് ലൈഫിനെ നോക്കി കാണാം. വിച്ച് വൺ യു വാണ്ട് ടു ഫീൽ. എന്തായാലും ജീവിക്കുകയാണ്, എന്നാൽ പിന്നെ കുറച്ച് അത്ഭുതം കൂറിയിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ അതിനൊരു ഭംഗിയും രസമൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരുപാട് ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടായ നിരാശകളെ പറ്റിയിട്ടും പരാതികളെ പറ്റിയിട്ടൊക്കെ തിരിച്ചാലോചിച്ചിട്ട് പിന്നെ ഖേദം മാത്രം മൊമെൻറ്റുകൾ ആ പഠിച്ചോൻ്റെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ. പഠിച്ചോൻ്റെ ഏറ്റവും വലിയ സർപ്രൈസ് നിങ്ങളെ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തകളിലൂടെ ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ പേടിപ്പിക്കുക. അപ്പം നമ്മളിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പേടിച്ച് പിന്നെ ഒരു പോയിന്റിലെത്തുമ്പോൾ പഠിച്ചോൻ തന്നെ ആ സർപ്രൈസ് അങ്ങ് റിവീൽ ചെയ്യുമ്പോൾ വെറുതെ കുറേ പേടിച്ചു. പിന്നെന്താ ചിന്തിക്കുക, നമ്മൾ പേടിച്ച് തീർത്ത നിമിഷങ്ങൾ വെറുതെ ആയിപ്പോയി, ഒരു കാര്യമില്ലാണ്ട് കുറേ പേടിച്ചു. പിന്നെ അത് വെറുതെ ജീവിച്ച് തീർത്തതിൻ്റെ പേടിച്ച് തീർത്തതിൻ്റെ ഖേദമ പിന്നെ നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ അറ്റ് ദ എൻഡ് വാട്ട്സ് ഗോണ ഹാപ്പൻ, അറ്റ് ദ എൻഡ് ഈ നിമിഷത്തെ പറ്റി ആലോചിച്ച് ഒന്നുകിൽ എനിക്ക് ഖേദിക്കാം, വെറുതെ പേടിച്ചു, വെറുതെ ഭയപ്പെട്ടു, വെറുതെ സംശയിച്ചു എന്ന രൂപേണ ആ ഖേദത്തിൽ നിങ്ങൾക്ക് ജീവിക്കണമോ, അതല്ല നിങ്ങൾക്ക് അവിടെ എത്തുന്ന സമയത്ത് ഞാൻ അപ്പയെ ഇത് എക്സ്പെക്ട് ചെയ്തതാണ്, ഞാൻ അപ്പയെ ഇത്തരം ഒരു ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്തതാണ് എന്ന രൂപേണ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചില ആൾക്കാരുണ്ട് അവസരവാദികളാവുന്നവർ. അവസരവാദികളാവാന്ന് പറഞ്ഞാൽ നല്ല പേടിയൊക്കെ ആയിരിക്കും, പേടിച്ച് ഇങ്ങനെ ജീവിച്ച് തീർത്തതായിരിക്കും. ഒരു പോയിന്റിലെത്തിയിട്ട് ആ സർപ്രൈസ് റിവീൽ ചെയ്യുമ്പോൾ വേറെ എല്ലാവരുടെ മുന്നിൽ ഒരു പേടിയില്ലാത്ത പോലെ ഇതൊക്കെ എനിക്ക് അപ്പയെ തോന്നിയതാണ്, ഇങ്ങനെയാവുള്ളൂ, എൻ്റെ മനസ്സിൽ അപ്പളേ പറയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ ഒന്നും ആയിരിക്കില്ല, ഒരു ഉറപ്പ് എൻ്റെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അവസരത്തിൽ പറഞ്ഞു ഒപ്പിക്കുകയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളോട്ട് നോക്കി കഴിഞ്ഞാൽ
ആ ഭയം അവരെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അത്ഭുതാവസ്ഥയെ, സർപ്രൈസിങ് മൊമെൻറ്റുകളെ, അവൻ്റെ ഉള്ളിലെ ആശ്ചര്യഭാവത്തെ നശിപ്പിച്ച് കളയുന്ന, കൊന്ന് കളയുന്ന പ്രധാനപ്പെട്ട 2 വില്ലനാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഡൗട്ടും ഫിയറും എന്നുള്ളത്. ഈ നിമിഷത്തെ നമ്മൾ ഡൗട്ട് കൊണ്ടും ഫിയർ കൊണ്ടും തന്നെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആകെത്തുകയായിട്ട് അടുത്ത നിമിഷവും അതിന് ശേഷമുള്ള നിമിഷമൊക്കെ നമുക്കങ്ങനെ തോന്നും. പക്ഷെ നമ്മൾ ഭയപ്പെട്ട് സംശയിച്ച് പോയ മൊമെൻറ്റുകളൊക്കെ അതൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ദിശയിലേക്ക് വഴിമാറി സഞ്ചരിക്കുമ്പോഴും നമുക്ക് ആ വഴിമാറ്റത്തിലുണ്ടാകുന്ന വിഷയത്തിലുള്ള സന്തോഷമോ ആനന്ദമോ കണ്ടെത്താൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നിട്ട വഴികളിലൊക്കെ നമ്മൾ പെറുക്കിയെടുത്തത് ഭയം, സംശയം, ഭയം, സംശയം, ഭയം, സംശയം എന്നായതുകൊണ്ട് ആ അനുഭവം തീർന്നു. വേറെ ഏതോ വഴിക്ക് നമ്മൾ പോവാണ്. നമ്മളെ ഭയപ്പെടുത്തിയ സാധനങ്ങളൊക്കെ മാറിയിട്ട് അത് നമുക്ക് കീഴ്പ്പെട്ട് നമുക്ക് വേണ്ട ഈസിനെസ് ഒക്കെ തന്നു. പക്ഷെ നമ്മളത് അറിയുന്നേ ഇല്ല. നമ്മൾ നന്ദിയില്ലാത്ത അടിമകളായി മാറും. കാരണം ആ പോയിന്റ് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്ക് ലൈഫ് പോകണം. നമ്മളപ്പോഴും അടുത്ത ഫേസിനെയും ഭയത്തോടു കൂടി സംശയത്തോടു കൂടി വീണ്ടും നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ബിസിനസ്സുകാരുടെയൊക്കെ ലൈഫ് നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതോടുകൂടി പൊട്ടി എന്നൊക്കെ തോന്നിയിട്ട് എങ്ങനെയെങ്കിലും ഞെരിഞ്ഞിട്ട് ഇത് പൊട്ടോ, കയ്യെത്തും പോവോ, അടിച്ചു പൂട്ടേണ്ടി വരുമോ, അങ്ങനെയുള്ള ആൾക്കാർ പറ്റിക്കോ, ഇങ്ങനെയുള്ള സംശയവും ഭയമൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ അത് ഓടിച്ച് വലിച്ച് അതൊന്നും സംഭവിക്കാതെ ആ ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് അതിൽ സന്തോഷിക്കാനൊന്നും പറ്റില്ല. അപ്പോഴേക്ക് അടുത്ത ടാർജറ്റും അടുത്ത ഇയറും ഒക്കെ വരുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് ഇതേ ഭയത്തോടു കൂടി സംശയത്തോടു കൂടി പ്രവേശിക്കുകയാണ്. ബിസിനസ്സുകാരോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളെ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലെടുത്ത് ഒരുപാട് സംശയങ്ങളും ഭയങ്ങളൊക്കെ എന്ത് ഗുണം ചെയ്തു? ഖേദം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ആ തിരിച്ചറിവിൽ നിന്നും നിങ്ങൾ പാറ്റേണും പാഠവും ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരാനിരിക്കുന്ന കാലത്തേക്കെങ്കിലും പ്രൊജക്റ്റ് ചെയ്തിട്ട് അതൊന്നും പാഠം ഉൾക്കൊണ്ടിട്ട് ഇനി അത്രത്തോളം ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്ന് കുറച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ജീവിതം കൊണ്ട് അത് അനുഭവിച്ചിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഇപ്പോഴും ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം ബോധ്യപ്പെടുത്താനും അത് നിങ്ങളുടെ അനുഭവമാക്കി മാറ്റാനും ഉറപ്പിക്കാനും വേണ്ടി തന്നെയാണ് നിങ്ങൾ ആ ഘട്ടത്തിലൂടെ നടത്തിയ തമ്പുരാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത്, ഇപ്പം എങ്ങനെയുണ്ട്? നിന്റെ സംശയവും ഭയമൊക്കെ വെറുതെ ആയില്ലേ? പക്ഷെ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാനും ശരിയാണ് തമ്പുരാനെ എന്ന് പറയാനും നമുക്ക് പറ്റില്ല. കാരണം അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ഭയത്തെയും എൻ്റെ സംശയത്തെയും വീണ്ടും വീണ്ടും കാലിബ്രേറ്റ് ചെയ്ത് അതിസൂക്ഷ്മ തലത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് പോകുന്ന തിരക്കിനിടയിൽ ദൈവത്തമ്പുരാൻ്റെ ആ ചോദ്യമോ ആ പാഠമോ നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടാത്തോടത്തോളം കാലം വീണ്ടും സംശയവും ഭയവും നമ്മളെങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദൈവഭക്തിയിൽ നിന്നും നമ്മളെ വേർപെടുത്തുന്ന ഡ്യൂട്ടിയാണ് പിശാച് അല്ലെങ്കിൽ ഡെവിൾ ഏറ്റെടുത്തിരിക്കണേ നമ്മൾ പറയാറുണ്ട്. അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാച് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അകാരണമായിട്ടുള്ള ഭയം, അനാവശ്യമായിട്ടുള്ള സംശയം, വെറുതെ ഇങ്ങനെ ഇട്ടരും. ഒരാൾ നല്ലവനായ മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിന്നാൽ പോലും വെറുതെ ഒരു തോന്നല, എന്നാലും എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് ആവാൻ പാടില്ലല്ലോ എത്തുന്നതിൽ വെറുതെ അങ്ങോട്ട് തരുന്നത് ഒരു കാര്യവും ഇല്ലാണ്ട് ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി നിങ്ങളുടെ ദൈവികമായ ബോധത്തിൽ നിന്നും ക്ലിയർ കട്ട് ഇൻറ്റ്യൂഷനോട് കൂടി നിങ്ങൾക്ക് ഓക്കെ ഇത് ചെയ്താൽ ശരിക്കും ഞാൻ എൻ്റെ കാര്യത്തിൽ സക്സസ് കിട്ടും എന്ന വ്യക്തമായ ക്ലാരിറ്റി നിലനിൽക്കെ തന്നെ വീണ്ടും ഒരു ചോദ്യം ഉള്ളുന്നും വീണ്ടും വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം വർക്കാവോ അത്, എന്നാലും അതിൽ വേറെ എന്തെങ്കിലും നോക്കാനുണ്ടോ എന്ന രൂപേണ വീണ്ടും ഒരു രണ്ടാമത് ആവർത്തി സംശയം ഇട്ട് തന്ന് ഭയപ്പെടുത്തിയിട്ട് ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തതൊക്കെ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ദൈവികമായ സൂചനകൾ കാണുകയും ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുകയും അതിൽ സർപ്രൈസ്ഡ് ആയിട്ട് നിങ്ങളിങ്ങനെ വണ്ടർ അടിച്ചിരിക്കണം, ഓ മൈ ഗോഡ് ലൈഫ് ഇത്രക്കും മാജിക്കലാണോ, എൻ്റെ ഹൃദയത്തിന് ഇത്തരം രഹസ്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി പറ്റുമോ, ഞാൻ എൻ്റെ ഹൃദയത്തെ പിന്തുടരുമ്പോഴും എനിക്ക് ഒരുപാട് രഹസ്യങ്ങൾ കിട്ടുമോ എന്നുള്ള ആശ്ചര്യവും ആനന്ദവും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും കാലിബ്രേഷൻ കൊണ്ട് സംഭവിക്കുക എന്നുള്ള. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ ഒരു ദിവസം ജീവിതത്തെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്രയോ തവണ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ഉള്ളിൽ വിങ്ങലാണ്, പൊള്ളലാണ്, പേടിയാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ ഇന്നത്തെ ലോകത്തെ, ഇന്നത്തെ കാലഘട്ടത്തെ ജനറലി പലരും പറയാനുള്ള എന്താണ്, പേടിയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. ഇന്നത്തെ കാലത്ത് എല്ലാം പറ്റിക്കുന്ന ആൾക്കാരാണ്, എന്താ എവിടെ എപ്പോഴാണ് പറയാൻ പറ്റില്ല, എപ്പോഴാണ് ഏറി പോവാ പറയാൻ വേണ്ടി പറ്റില്ല, എപ്പോഴാണ് നമ്മളെ പറ്റിയിട്ട് ആളുകൾ വേണ്ടാത്തത് പറയാൻ പറ്റില്ല, എപ്പോഴാണ് തെറ്റിദ്ധരിക്കാത്ത നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരത്തിൽ ലോകം മുഴുവനും ഭയത്തിലും അതുപോലെ തന്നെ സംശയത്തിൻ്റെ മുൾമുനയിലും ഉള്ളൊരു ലോകത്തെയാണ് നിങ്ങൾ പെർസീവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആ ലോകത്തെ തന്നെ സംവിധാനിച്ചവൻ ഈ നിമിഷത്തിൽ പോലും നീ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിൽ പോലും നിനക്ക് അത്ഭുതം കൂറാനുള്ള എന്തോരം അവസരങ്ങളായിട്ട് തന്നിരിക്കണേ. ഇനി ഒരു കാഴ്ച കാണുമ്പോൾ ഈ കാഴ്ച എൻ്റെ കണ്ണിലൂടെ ഞാൻ ഈ കാണുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ അകത്ത് എന്തൊക്കെ പ്രക്രിയകൾ, എന്തൊക്കെ പ്രതിഭാസങ്ങൾ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ
ഒരു കാഴ്ചക്ക് പിറകിൽ പോലും ഇത്രമാത്രം പ്രതിഭാസങ്ങളാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന അനുഭവത്തിൽ എത്ര ഞാൻ അത്ഭുതം കൂറാനുണ്ട്, എത്ര ഞാൻ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞു പോകാനുണ്ട്. ആ ആശ്ചര്യം പാടേ നശിക്കുമ്പോഴാണ് ജീവിതം മടുത്തു പോകുന്നത് നമുക്ക് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ലൈഫ് വളരെ കളർഫുൾ ആകാനുള്ള കാരണം അവർക്ക് അത്രത്തോളം സംശയവും ഭയവും ഇല്ല. പിന്നെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി സംശയത്തിലും ഭയത്തിലായതുകൊണ്ട് അവരെയും നമ്മൾ സംശയിപ്പിക്കും. ശരിക്കും അത് വേണോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതി ട്ടോ. തന്ത വൈബ് അല്ലെങ്കിൽ തള്ള വൈബ്. അതൊന്നും ഒന്നുകൂടി നോക്കി ചെയ്താൽ മതി. ഇതിനു വേണ്ടി പറയാ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മളിരിക്കുന്ന സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും കാലിബ്രേറ്റീവ് തിങ്കിങ് ആണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശരിയായ ദിശയിലല്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും അകത്താകെ പെട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പെട്ട് പേടിച്ച് ഭയപ്പെട്ട് സംശയിച്ച് ലൈഫിൻ്റെ നിയമങ്ങളെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ ഞെരുങ്ങി ഞെരുങ്ങി പോകുന്നതിനിടയിൽ എൻ്റെ കുട്ടി വഴി തെറ്റരുത് എന്ന രൂപേണ എൻ്റെ ഭയവും എൻ്റെ സംശയവും അവൻ്റെ ചിന്തകളാക്കി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാ നോക്കേണ്ടത്, ഇങ്ങനെയാ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സൂക്ഷ്മത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കാറുള്ളത് ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും മുൾമുനയിൽ നിന്നുകൊണ്ട് ലൈഫിനെ നോക്കിക്കാണലാണ് സൂക്ഷ്മത എന്ന രൂപത്തിലെത്തുമ്പം ഒരാളും വിശ്വസിക്കാൻ പറ്റില്ല. ആരെങ്കിലും വന്നാൽ ഒന്നുകൂടി ആലോചിക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ മാത്രം നിറച്ചു കൊടുത്തു കഴിയുമ്പം നമ്മുടെ ഭയത്തെയും സംശയത്തെയും കാലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മുടെ കുട്ടികൾക്കുള്ളിലേക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന കോഗ്നിറ്റീവ് പാറ്റേൺ എന്ന് പറയാം. ഇവിടെ ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് അവൻ സ്വമേധയാ നോക്കിക്കണ്ട പൂവിനോടുള്ള ആസ്വാദനം, പ്രകൃതിയോടുള്ള ആനന്ദം, ഇതൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും അവന് ആർജിച്ചെടുക്കുന്ന, അവന് അബ്സോർബ് ചെയ്തെടുക്കുന്ന അത്ഭുതഭാവം, ആശ്ചര്യഭാവം എന്നത് അവന് എത്രത്തോളം അങ്ങനെ ഏൽക്കുന്നോ അത്രത്തോളം ലൈഫ് അവന് ഡെസ്പറേറ്റ് ആയിട്ടും മടുപ്പ് ഉളവാക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നതാണ്. ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ടെക്നോളജി വളരുന്നു, ശാസ്ത്രം വികസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മെൻ്റൽ ഹെൽത്ത് ആളുകൾക്ക് വളരെ വീക്കായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ കൾച്ചർ എന്നൊരു കൾച്ചർ തന്നെ വരുന്നതോട് കൂടിയിട്ട് ഫോക്കസ് കുറഞ്ഞിരിക്കുന്നു. ജെൻസി പിള്ളേരെ പറ്റി പറഞ്ഞത് 90s കിഡ്സിന് പ്രായം വളരെ കുറഞ്ഞു നിൽക്കുമ്പോൾ ജെൻസി കിഡ്സ് വളരെ പെട്ടെന്ന് അവർക്ക് പ്രായം കൂടുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്നത്തെ അവരുടെ തിങ്കിങ് പാറ്റേണും തോട്ട് പാറ്റേണുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസും അതുപോലെ തന്നെ എന്തിനെ കയറിയിട്ടും എല്ലാവരും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവരും അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. എക്സ്പേർട്ടുകൾക്ക് എന്താ പറയാന്നുള്ളത് പോലും കേൾക്കാണ്ട് നാട്ടുകാരൊക്കെ ഫോണും ഇൻസ്റ്റയുള്ളവരൊക്കെ എക്സ്പെർട്ടുകളായിട്ട് അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പം വളരെ മിക്സ്ഡപ്പ് ആയിട്ടുള്ള മെസ്ഡപ്പ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടന്റുകളും ഇൻഫർമേഷൻസാണ് ഒരു കാര്യത്തെപ്പറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്താണ് എന്നറിയണമെങ്കിൽ ഒന്നീ കുറച്ച് നേരമെങ്കിലും ഇരുന്ന് വായിക്കണം, പേപ്പറിൽ ഇരുന്ന് പരതണം, അല്ലെങ്കിൽ കുറച്ച് വാർത്തയെങ്കിലും കേട്ടിരിക്കണം എന്നുള്ള. ഇന്നതല്ല, ഒരു വിഷയം കൈ വരുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോഴേക്ക് എന്താണെന്നുള്ള ക്ലാരിറ്റി പോലും കിട്ടില്ല. ഇവരിങ്ങനെ പറയുന്നുണ്ട്, അവരങ്ങനെ പറയുന്നുണ്ട്, ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇതിങ്ങനെ പറയുന്നത്. ശരിക്കും ഇതെന്താ വെച്ചാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന, മെസ്ഡപ്പ് ആയി പോകുന്ന ഒരു ഇൻഫർമേഷൻ ഏജിൽ, ഒരു നോട്ടിഫിക്കേഷൻ കൾച്ചർ ഇരിക്കുന്ന ഏജിൽ എവിടെയാണ് നമുക്ക് അതിശയഭാവത്തോടു കൂടി ലൈഫിനെ നോക്കി കാണാനുള്ള പോസിബിലിറ്റി ഉള്ളതിലാണ്. അപ്പോൾ തന്നെ മരവിച്ചു പോയ, ഭയങ്കര പക്വതയുണ്ട്, ഒരുപാട് എനിക്കൊക്കെ GPT-നോട് ചോദിച്ചിട്ട് അറിയാം, എനിക്കിത് റീല് കണ്ടിട്ട് അറിയാം എന്ന ഭാവത്തിലിരിക്കുമ്പോഴേക്ക് എവിടെയോ ഒരു അമിതമായിട്ടുള്ളൊരു മെച്വേർഡ് ഭാവത്തിലേക്ക് ഇന്നത്തെ ജെൻസി പിള്ളേർ എത്തുന്നതോട് കൂടിയിട്ട് തന്നെ 90s കിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എറയും കിട്ടിയിട്ടുണ്ട്, അതൊന്നും ഇല്ലാത്ത ഒരു എറയും കിട്ടിയത് കൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യുന്നതിലൂടെ സന്തോഷിക്കേണ്ടടുത്ത് സന്തോഷിച്ച്, ആനന്ദിക്കേണ്ടടുത്ത് ആനന്ദിച്ച്, ആസ്വദിക്കേണ്ടടുത്ത് ആസ്വദിച്ച്, ആശ്ചര്യമുളവാകേണ്ടടുത്ത് ആശ്ചര്യം ഉളവാകുന്ന ഭാവത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു വണ്ടർ ഫീലിംഗ് എപ്പോഴും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ് ജീവിതം ഒരു സെലിബ്രേഷനാക്കി മാറ്റണമെങ്കിൽ. ആ വണ്ടർ ഫീലിംഗ് എന്നൊരു മൊമെൻറ്റ് ഇല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നമുക്ക് കോഗ്നിറ്റീവ് ഹെൽത്ത് ഉണ്ടാവാൻ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നമ്മളെ ബ്ലെസ്സിങ്സിനെ പറ്റി അവെയർ ആയിരിക്കണം എന്നൊക്കെ പറയുമ്പം ഈ ബ്ലെസ്സിങ്സിനെ പറ്റി അവെയർ ആക്കണതും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണതും ഇനി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണതും മറ്റെന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ടൂളുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് അടിസ്ഥാനം നമുക്കുള്ളിൽ ആശ്ചര്യഭാവം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം അതിനോട് വല്ലാത്ത ക്യൂരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലേ. അത് ഞാൻ പറയുന്നില്ല, മുന്നത്തെ പല ജീട്ടിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. വിഷയം ഇതായതുകൊണ്ട് മാത്രം ഒന്ന് ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കുള്ളിലുള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്നത് മുതൽ അതിലെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ്. ക്യൂരിയോസിറ്റി ഉള്ളിടത്തോളം കാലം കൺസിസ്റ്റൻസി ഉണ്ടെന്നുള്ളതാണ്. ക്യൂരിയോസിറ്റി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതെങ്ങനെയാണ്, അതെന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷയാണെന്നുള്ളതാണ്. എന്നാൽ അതെന്താണ് എങ്ങനെയാണെന്നുള്ള ആകാംക്ഷ നഷ്ടപ്പെടുന്ന പോയിന്റ് മുതൽ അതെങ്ങനെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്കതിൽ വലിയ താല്പര്യമില്ല.
എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ബ്യൂട്ടി തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ്. ഒന്നിനോടും ഒരു ഫീലിംഗും ഒന്നും ഇല്ലാണ്ട് നമുക്ക് മനസ്സും ഇമോഷൻസും ഒക്കെ എന്തിനാണ് ദൈവം തമ്പുരാൻ തന്നത്? വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങൾ നമുക്ക് എന്തിനാ തന്നത്? ആ വികാരങ്ങളൊക്കെ തന്നത് അത് അനുഭവിക്കാനും അറിയാനും ആസ്വദിക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ദേഷ്യം ആസ്വദിക്കാനുള്ളതാണോ? തീർച്ചയായിട്ടും വൈറ്റ് ആങ്കർ എന്ന് പറഞ്ഞൊരു ദേഷ്യമുണ്ട്. ആ ദേഷ്യം ആസ്വദിക്കാനുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞ ക്യൂരിയോസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ദേഷ്യമുണ്ട്. ആ ദേഷ്യം എന്ന് പറഞ്ഞത് അത് റെഡ് ആങ്കറും ബ്ലാക്ക് ആങ്കറാണ്. അത് ഡേഞ്ചറാണ്. അത് സ്വയത്തെ വേദനിപ്പിക്കലാണ്. മറ്റുള്ളവരെ പറഞ്ഞ് കൊല്ലലാണ്. ദേഷ്യം പിടിച്ച് ചീത്ത വിളിച്ച് കൊലവിളി വിളിച്ച് കൊന്നുകളയലാണ് ആ ദേഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആശ്ചര്യഭാവത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആശ്ചര്യഭാവത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി ആ മാജിക്കൽ വണ്ടർ മൊമെൻറ്റിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ട് അവിടെ ദേഷ്യം എന്നതിൻ്റെ തലം പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ദേഷ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അവരുടെ അവരുമായി നമ്മൾ ഇഷ്ടത്തിലായിട്ടിരിക്കുന്ന സമയത്ത് ആ ഇഷ്ടത്തിന് വല്ല കുറവുകളും സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ആക്ഷൻസ് നമ്മളിൽ നിന്നോ അവരിൽ നിന്നോ ഉണ്ടാകുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന വ്യതയിൽ നിന്നും വേദനയിൽ നിന്നും വരുന്ന ചില സങ്കടവും ഉണ്ട്, അതുപോലെ തന്നെ ദേഷ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ സൗന്ദര്യ പിണക്കം എന്നൊക്കെ പറഞ്ഞ പോലെ ചില ദേഷ്യഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അത് വളരെ മൈൽഡ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമാണ്, നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹത്തിൻ്റെ അനുഭവമാണ്, സ്നേഹത്തിൻ്റെ ആശ്ചര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് കുറഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില കൺസേണുകളിൽ നിന്നും ചിലപ്പോൾ അവിടെ ദേഷ്യപ്പെടലായിട്ട് വരാം, മൗനം പ്രാപിക്കലായിട്ട് വരാം, വിട്ടു നിൽക്കലായിട്ട് വരാം, ഒക്കെ വരാം. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം സ്നേഹമാണ് ഇതിൻ്റെ ഒക്കെ മുകളിൽ. ഒരു പരിധിക്കപ്പുറത്തേക്ക് എനിക്ക് ദേഷ്യത്തിലായിട്ടോ അതുപോലെ തന്നെ വിട്ടു നിൽക്കലായിട്ടോ മൗനത്തിലായിട്ടോ ഇരിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ അവെയർനെസ്സോട് കൂടി തന്നെ ദേഷ്യപ്പെടുന്ന ചില ഘട്ടങ്ങളുണ്ട്. ആ അവെയർനെസ്സോട് കൂടി തന്നെ ഭയപ്പെടുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇവിടെയാണ് ദൈവത്തിലായിട്ട് ആശ്ചര്യബോധത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, ഉടമയിലേക്കായിട്ട് സമർപ്പിക്കപ്പെട്ട സമർപ്പണ ഭാവത്തിലിരിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹത്തിന് കുറവുകൾ സംഭവിച്ചു പോകുമോ എന്ന സങ്കടം, വിരഹം അതിൽ നിന്നുണ്ടാകുന്ന ആ സ്നേഹത്തിൻ്റെ ആശ്ചര്യ അനുഭവങ്ങളിലും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു മരവിപ്പ്, ഒരു കാത്തിരിപ്പ്, ഒരു ലോങ്ങിങ്ങും, അതുപോലെ തന്നെ ആ സ്നേഹത്തിൻ്റെ അളവിൽ കുറവ് വരുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരുടെ എന്തെങ്കിലും കർമ്മങ്ങൾ, ഇതൊക്കെ കാണുമ്പം സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ആ സ്നേഹത്തിന് കളങ്കപ്പെടുകയാണോ എന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന ഭാവത്തു നിന്നുണ്ടാകുന്ന ദേഷ്യവും അതുപോലെ തന്നെ വിരഹവും മൗനവും പിണക്കവും ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അത് സ്നേഹത്തിലായിട്ട് ഉൾക്കൊള്ളുമ്പം അതിനൊക്കെ ഒരു ഭംഗി പ്രത്യേകമായിട്ട് കൂടുന്നു എന്നുള്ള. ഇതില്ലാതെ സ്നേഹത്തിലല്ലാതെ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ, ആശ്ചര്യത്തിലല്ലാതെ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അത് ആക്രോശമായിട്ട് മാറും, അത് അക്രമമായിട്ട് മാറുമെന്നുള്ള. എന്നാൽ നിങ്ങൾ സ്നേഹത്തിലായിക്കൊണ്ട് ആശ്ചര്യത്തിലായിക്കൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ എവിടെയോ നിങ്ങൾ സ്നേഹത്തിൻ്റെ ആഘോഷത്തിൽ തന്നെയായിരിക്കും, ആക്രോശത്തിലായിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ രൂപേണ നമ്മുടെ ലൈഫിനെ ഓരോ സെക്കൻഡിലും എങ്ങനെ അത്ഭുതം കൂറുന്നതാക്കി മാറ്റാം. നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളോട് ഇപ്പോൾ വെറുതെ ഇരുന്ന് ചോദിച്ചാൽ മതി, ഈ നിമിഷം എനിക്കെങ്ങനെ ഒരു വണ്ടർ മൊമെൻ്റ് ആക്കി മാറ്റാം, ഒരു ക്യൂരിയസ്, ഒരു ആശ്ചര്യം നിറഞ്ഞ ആശ്ചര്യഭാവത്ത് നിറഞ്ഞിട്ടുള്ള ഒരു മൊമെൻ്റ് ആക്കി മാറ്റാം. ഒരു കാര്യം പല വഴികളുണ്ട് അതിന്. നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കണത്? നിങ്ങളിപ്പോൾ ഗൈഡ് ടോക്കിലാണ് ഇരിക്കുന്നത്. വെറുതെ ഇരുന്ന് ആലോചിക്കുക, ഞാൻ എങ്ങനെ ഗൈഡ് ടോക്കിലെത്തി, ഇതിലേക്ക് വന്ന വഴി എങ്ങനെയായിരുന്നു, അത് ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ കിട്ടുന്നതാണ്. ചില ആൾക്കാർക്ക് സ്വാഭാവികമാണ്. പക്ഷേ ആ ആശ്ചര്യഭാവത്തോട് കൂടി നോക്കുമ്പോൾ കൊള്ളാല്ലേ ഇതിൻ്റെ പിറകിൽ നടന്ന കണക്ഷൻസ്, കണക്ട് ദ ഡോട്ട്സ്. എപ്പോഴും കണക്ട് ദ ഡോട്ട്സ് വിൽ ടേക്ക് യു ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പാറ്റേൺ. ഡോട്ടുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പാറ്റേണുകൾ കണ്ടെത്താൻ പറ്റുക. ആ പാറ്റേണുകൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ദൃഷ്ടാന്തം കിട്ടുന്നത്, നമുക്ക് ആശ്ചര്യം ഉണ്ടാവണമെന്നുള്ള. പല ആളുകളും ഡോട്ടുകൾ കണക്ട് ചെയ്യാൻ മറന്നുപോകും. അതുകൊണ്ട് ആ വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ വന്ന വഴിയിലെ ഡോട്ടുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ചില പാറ്റേൺസ് ഇങ്ങനെ നമുക്ക് നിറഞ്ഞിട്ടും ഈ പാറ്റേൺ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നടക്കാനിരിക്കുന്ന വഴി, ഇനി വരാനിരിക്കുന്ന വഴി, അതിലേക്കുള്ള ഡോട്ടുകളെ കൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡോട്ടുകളെ കൂടി നമ്മൾ ഇതേപോലെ അങ്ങ് തുന്നിച്ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു പാറ്റേൺ ആയിട്ട് മാറുന്നത് മുന്നേ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പം സംഭവിച്ച പാറ്റേണും ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഡീറ്റെയിൽഡ് പാറ്റേണും ഇത് രണ്ടും തമ്മിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇത് കൊള്ളാലോ,
ഭയങ്കര രസകരമാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ഡോട്ടിലേക്ക് എത്താനും ആ ഡോട്ട് കണക്ട് ചെയ്ത് അടുത്ത പാറ്റേൺ കണ്ടെത്താനും ഉള്ളൊരു ആശ്ചര്യത്തിലായിരിക്കും. അപ്പോൾ ലൈഫ് നമുക്കൊരു ട്രഷർ ഹണ്ട് പോലെയായിരിക്കാം, ഒരു ഗെയിം പോലെയായിരിക്കാം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില വിടവുകളൊക്കെ ഉണ്ടായിരിക്കും, ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യലാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. ഡോട്ട് ദൈവം തമ്പുരാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നിടത്ത് നമ്മുടെ റോള് വരുന്നത്. ഒരുപാട് ഡോട്ടുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ആ ഗ്യാപ്പുകളെ എങ്ങനെ ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിട്ട് ആ ഡോട്ടുകൾ പല പല രൂപങ്ങളായിട്ട് മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറേ ഡോട്ടും തന്നിങ്ങ് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്നും മുയലിനെയാണോ ഫില്ല് ചെയ്തെടുക്കേണ്ടത്, അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ച്, നിങ്ങളുടെ ഗൈഡൻസ് വെച്ചിട്ട്, നിങ്ങൾ ആസ്വാദനത്തിലാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡിലാണെങ്കിൽ, നിങ്ങൾ ആ ഡോട്ടുകളെ കണക്ട് ചെയ്ത് ഇത്രയും വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ആ ഡോട്ട് കണക്ട് ചെയ്തപ്പോൾ ഒരു സർക്കിളായി മാറിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ എത്ര സർക്കിൾ വരയ്ക്കാനുള്ള ഡോട്ടുകൾ അവിടെ ഉണ്ട്, എത്ര സ്ക്വയർ വരയ്ക്കാനുള്ള ഡോട്ടുകൾ അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കുമ്പം ആ ഡോട്ടുകളെ എങ്ങനെ കൊണ്ടുപോകണം നിങ്ങൾ തീരുമാനിക്കുമ്പം നിങ്ങൾക്ക് തന്ന ക്യാൻവാസ്, നിങ്ങൾക്ക് തന്ന ലൈഫ്, നിങ്ങൾക്ക് തന്ന ഡോട്ടുകൾ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോയ്സുകൾ, നേരത്തെ സിയാസ് പറയില്ലേ മനുഷ്യന് മാത്രം തിരഞ്ഞെടുത്തു ഫ്രീ വില്ലിനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന്, എക്സാക്ട്ലി നിങ്ങൾക്ക് മാത്രം തന്നിട്ടുള്ള കുറേ ഡോട്ടുകളാണ്. ആ ഡോട്ടുകളെ ഇതുവരെ ഞാൻ എങ്ങനെയൊക്കെയാണ് വരച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പം ഇനി എത്ര ഡോട്ടുകൾ ബാക്കിയുണ്ട്, അതിന് ഏതൊക്കെ രീതിയിൽ വരയ്ക്കാം, എനിക്കതിനെ എന്താക്കി മാറ്റാം എന്ന് ചിന്തിക്കുമ്പം നമ്മൾക്ക് തന്ന ഫ്രീ സ്പേസ് ആണ് അതെന്ന് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് ഈ ഡോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന പാറ്റേണിൽ നമ്മൾ അവെയർ ആയിട്ടില്ലെങ്കിൽ മിക്കവാറും ആ ക്യാൻവാസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു എത്തും പിടുത്തം കിട്ടാത്ത വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ കുത്തി വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോയ അവസരത്തൊന്നും ലാസ്റ്റ് ഘട്ടത്തിൽ ചിലർ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, ഇതുകൊണ്ട് മാത്രം ആയോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ പണ്ട് കളിക്കുടുക്കയിൽ മൊയിലിനെ കണ്ടെത്തലുണ്ടല്ലോ ഇങ്ങനെ വരച്ചിട്ട്, ആമയൊക്കെ വരച്ചുണ്ടാക്കലുണ്ടല്ലോ, അതേപോലത്തെ ഡോട്ടായിട്ട് സങ്കല്പിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ ചില ആൾക്കാർ ഇത് അറിയാതെ ഈ പാറ്റേണുകൾ കണ്ടെത്താതെ ഈ ഡോട്ടുകൾ ഫില്ല് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാതെ കണക്ട് ചെയ്യാതെ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞു പോയതായിരിക്കും. പിന്നീട് നോക്കുമ്പോൾ ആയിരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിലെത്തുമ്പം ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, ലൈഫിന് എന്തെങ്കിലുമൊക്കെ മീനിങ് വേണ്ടേ എന്ന ചിന്തയിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്ന ഘട്ടത്തിൽ ആയിരിക്കും ചിന്തിക്കുക, എന്താ ഇപ്പം എൻ്റെ ലൈഫിൻ്റെ അവസ്ഥ, അപ്പോഴായിരിക്കും ഈ ഡോട്ടൊക്കെ കണക്ട് ചെയ്ത് ഈ ഡോട്ടെല്ലാം കൂടി എവിടേക്കോ പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിയാം. അപ്പോൾ പിന്നെ ഈ കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന വരകളെ നേരെ തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കാനുള്ള കഷ്ടപ്പാടിലും തത്രപ്പാടിലും ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നല്ല ഗൈഡൻസ് ഉള്ള നല്ല ആർട്ടിസ്റ്റുകൾ തീർച്ചയായിട്ടും ഈ തെറ്റായി കിടക്കുന്ന കോംപ്ലിക്കേറ്റഡ് ആയി ട്വിസ്റ്റായി കിടക്കുന്ന വരകൾക്കുള്ളിൽ പോലും വീണ്ടും നല്ലൊരു പാറ്റേൺ കണ്ടെത്തും, നല്ലൊരു ആർട്ട് കണ്ടെത്തും. അവരതിനെ വീണ്ടും അതിൽ നിന്നുകൊണ്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കുമ്പം ഈവൻ ട്വിസ്റ്റ് ചെയ്ത് പോയ വരകൾ പോലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ആർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്തരത്തിൽ എപ്പോൾ വേണമെങ്കിലും റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, എപ്പോൾ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഏത് ദിശയിൽ പോവുകയാണെങ്കിലും ആ ദിശയിലൂടെ ഒക്കെ തന്നെ നേരായ ദിശയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മനുഷ്യൻ്റെ തിങ്കിങ്ങിലൂടെ തന്നിട്ടുണ്ട്. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ ലൈഫിനെ പരാതിയോട് കൂടിയിട്ട് കാലിബ്രേറ്റ് ചെയ്യാതിരിക്കുക, സംശയത്തോട് കൂടിയിട്ട് കാലിബ്രേറ്റ് ചെയ്യാതിരിക്കുക, ഭയത്തോട് കൂടിയിട്ട് കാലിബ്രേറ്റ് ചെയ്യാതിരിക്കുക. ഓരോ മൊമെൻറ്റിനെയും സെലിബ്രേഷൻ ഫീലിങ്ങോട് കൂടിയിട്ട് വാട്ട് ഈസ് ദർ ടു ബി മോർ ക്യൂരിയസ് ആൻഡ് മോർ സർപ്രൈസ്ഡ്, വാട്ട് ഈസ് ദർ ടു ബി മോർ എക്സൈറ്റഡ് ഇൻ ദിസ് മൊമെൻറ്റ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ മൊമെൻറ്റിലേക്ക് നയിച്ച ഘടകങ്ങളെ പറ്റിയിട്ട് ആലോചിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിത്തുടങ്ങും. നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നിലേറെ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളല്ല, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. നിങ്ങളെ തിങ്കിന് ജസ്റ്റ് ഒന്ന് എന്തിലാണ് ഞാനിപ്പോൾ ആശ്ചര്യം കൂറേണ്ടത്, അത്ഭുതം കൂറേണ്ടത് എന്നൊരൊറ്റ ചിന്ത കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹയർ സെൽഫിലേക്ക് എലവേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ക്യൂരിയോസിറ്റി അവെയർനെസ്സിലേക്ക് നിങ്ങളെ എലവേറ്റ് ചെയ്ത് വെക്കാണ്. ആ ബോധത്തിലെത്തുമ്പോൾ തന്നെ ആ ബോധത്തിൽ നിങ്ങൾ നടന്നു തുടങ്ങുമ്പോഴേക്ക് ആ ബോധത്തിൽ നിന്ന് നടന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻറ്റൻഷൻ അൺഇൻറ്റൻഷനലി നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് വേണ്ടത് അത്ഭുതം കൂറുന്ന മൊമെൻറ്റുകളാണ്, ഓരോ നിമിഷത്തെയും എനിക്ക് അത്ഭുത ഭാവത്തിലാക്കലാണ് എൻ്റെ ആവശ്യം എന്നൊരു ഇൻറ്റൻഷൻ അൺഇൻറ്റൻഷനലി അവിടെ സെറ്റ് ആവുന്നതോടുകൂടി തന്നെ നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്ന എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരിക്കും. അവസാനം ചക്ക വീണു മൊയിൽ ചത്തു എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങോട്ട് ചെയ്തതാ, എന്താ ഇപ്പം ഉണ്ടായേ, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന രീതിയിൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കും. ആരാപ്പത് ചെയ്ത്, ആരാ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ എന്ന രീതിയിലായിരിക്കും. ചെയ്യിപ്പിച്ചവനൊക്കെ അവൻ തന്നെ, പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ തന്നെ നിങ്ങൾ ഈ ചെയ്തത് ഞാൻ പോലും അറിയില്ല എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ അത്ഭുതം കൂറുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് പിറകോട്ട് ഡോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ഏതോ ഒരു ഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആശ്ചര്യത്തെ, അത്ഭുതത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അത്ഭുത ഭാവത്തെ നിങ്ങൾ പെർസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം റൂമിയുടെ ഒക്കെ പോലെയുള്ള പോയട്രികളും ആർട്ടുകളൊക്കെ അതുപോലെ തന്നെ വേദിക് വിസ്ഡംസ് ഒക്കെ അല്ലെങ്കിൽ ഖുർആനിക് വേഴ്സുകളൊക്കെ നമ്മൾ അത്ഭുതം കൂറുന്ന ഭാവത്തിലേക്ക് അവർ ചിന്തിക്കുന്നില്ലേ, അവർ അന്വേഷിക്കുന്നില്ലേ
എന്നൊക്കെ രൂപേണ നമ്മളിലെ എക്സൈറ്റ്മെൻറ്റ് ഉണർത്താൻ, നിങ്ങളിലെ ദൃഷ്ടാന്തം ഉണർത്താൻ, ബൈ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് വിത്ത് എ തോട്ട്, ജസ്റ്റ് വിത്ത് എ സൈറ്റ്, ജസ്റ്റ് വിത്ത് എ വേർഡ്, ജസ്റ്റ് വിത്ത് എ ലൈൻ, അതിലൊന്ന് ധ്യാനിക്കുമ്പോഴേക്ക്, അതിലൊന്ന് കണ്ടംപ്ലേറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മളെ മൈൻഡിനെ ഉണർത്തുന്ന, മൈൻഡിനെ ഓൺ ആക്കുന്ന, മൈൻഡിനെ അത്ഭുതത്തിലെത്തിപ്പിക്കുന്ന, ആശ്ചര്യത്തിലെത്തിപ്പിക്കുന്ന, മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് പോകാൻ ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന, അടുത്തത് എന്തായിരിക്കും, അപ്പുറത്ത് എന്തായിരിക്കും എന്ന ആശ്ചര്യം ഉണർത്തുന്നതാണ് പലപ്പോഴും പോയട്രിയിലും ആർട്ടിലും വേദിക് വിസ്ഡങ്ങളിലും ഒക്കെ വേഴ്സുകളിലൊക്കെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജീവിതം മടുത്ത് സംശയത്തിലും ഭയത്തിലും ഒക്കെ ആയി പ്രതീക്ഷ അസ്തമിച്ച് കിടക്കുന്ന നിമിഷത്തിൽ ജീവിതം തീർത്ത് കളയാം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും ചില വചനങ്ങൾ ഒന്ന് കണ്ടതായിരിക്കാം, കേട്ടതായിരിക്കാം, ആ നിമിഷത്തിൽ ജീവിക്കാനുള്ള അടുത്തത് എന്തായിരിക്കും ലൈഫിൻ്റെ ഫേസ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വരുന്നു. ആ ആകാംക്ഷ കിട്ടാതെ പോകുന്നവരാണ് ജീവിതം ഒരു കയറിൽ അവസാനിപ്പിക്കുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ പലപ്പോഴും ആത്മഹത്യാ വാർത്തകളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്ത് അവരതിലേക്ക് നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു സെക്കൻഡ് കൊണ്ട് ഫ്ലിപ്പ് ചെയ്യാനുള്ളൊരു മാജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അവരെ മുന്നിലേക്ക് ആശ്ചര്യം ഉണർത്തുന്ന, അത്ഭുതം ഉണർത്തുന്ന, ഇപ്പം ഞാൻ കഷ്ടത്തിലാണ്, ഈ കഷ്ടത്തിൽ നിന്നും എങ്ങനെയായിരിക്കും അടുത്ത ഫേസിൽ ഞാൻ രക്ഷയിലേക്ക് എത്തുന്നത് എന്നത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി വെക്കുമ്പോൾ ഇതിലേക്ക് നയിച്ച തമ്പുരാൻ എങ്ങനെയാണ് ഈ കഷ്ടത്തിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും, ഇടുക്കത്തിൽ നിന്നും എന്നെ വിശാലതയിലേക്ക് കൊണ്ടുപോവുക, അതൊരു ഒന്നൊന്നര കൊണ്ടുപോക്കായിരിക്കും കേട്ടോ, അതൊന്നും എനിക്ക് കാണണം കേട്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആ കാണണമെന്ന ചിന്തയെ പാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളോ വേഴ്സുകളോ ഒന്നോ രണ്ടോ വേഴ്സുകളെങ്കിലും എവിടെയെങ്കിലും നമുക്ക് വീണ് കിട്ടുമ്പോൾ അതായിരിക്കും നമ്മുടെ ഹൃദയത്തിലെ ആശ്ചര്യത്തെ ഉണർത്തിയെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് ഉണർവ് നൽകുന്ന, ആശ്ചര്യം ജനിപ്പിക്കുന്ന, ജീവിതം മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാക്കി മാറ്റുക. നമ്മുടെ കാഴ്ചകൾ അങ്ങനെ ആക്കി മാറ്റുക. നമ്മൾ കേൾക്കുന്ന നല്ലതല്ലാത്ത വാർത്തകളും നല്ലതല്ലാത്ത വിശേഷങ്ങൾക്കുള്ളിൽ പോലും അത് കേട്ട് മരവിച്ച മനസ്സായിട്ടിരിക്കുന്നതിനപ്പുറത്തേക്കും അതിൻ്റെ അകത്ത് പോലും ഇത്തരത്തിലുള്ളൊരു ലോകത്തെ എങ്ങനെയായിരിക്കും വെളിച്ചത്തിലേക്ക് ദൈവം തമ്പുരാൻ നയിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ളൊരു തലമുറയെ എങ്ങനെയായിരിക്കും നാളത്തെ നേതാക്കന്മാരായിട്ട് വക്താക്കളാക്കി വാർത്തെടുക്കാൻ ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്ന കുട്ടി എങ്ങനെയാണ് ഇന്ന് മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള അല്ലെങ്കിൽ മാതൃക ആയിട്ടുള്ള അധ്യാപകനായി മാറിയത്, മാതൃകയായിട്ടുള്ള എല്ലാവർക്കും മാതൃകയാകുന്ന കുടുംബനാഥനായിട്ട് മാറിയുള്ളത്, എങ്ങനെയാണ് വഴികേടിൽ നിന്നും നേർവഴിയിലേക്ക് അവൻ നയിക്കപ്പെട്ടത്, എന്ത് മാജിക്കാണ് അവനിൽ സംഭവിച്ചത് നമുക്ക് തോന്നാറില്ലേ? അത് ആ കാഴ്ചയിൽ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുക എന്ത് രസകരമായിട്ടാണ് ഈ സർപ്രൈസ് റിവീൽ ചെയ്യപ്പെടുന്നത്. പലപ്പോഴും മക്കളുടെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ആശ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഘട്ടമുണ്ട്. ഒരിക്കലും മുറിയാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഫെയ്ത്തിൻ്റെ ഇമ്പാക്റ്റ്, അതാണ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെയ്ത്ത് എന്നത് ഹോൾഡ് ഓൺ ചെയ്യുമ്പോൾ, അതിൽ സറണ്ടർ ചെയ്യുമ്പോൾ, അതിൽ ഹോൾഡ് ഓൺ ചെയ്യുമ്പം അതിൻ്റെ അടുത്ത ഫേസിലേക്ക് നിങ്ങളെ ക്യൂരിയസ് ആക്കിയിരുത്തും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് എങ്ങനെയാണ് അടുത്ത ഘട്ടത്തിൽ പൂർണ്ണചന്ദ്രനായി മാറാൻ പോകുന്നത്? ഇപ്പോൾ ഞാൻ അമാവാസിയിലാണ്, ഇപ്പോൾ പൗർണമി ഞാൻ കാണുന്നില്ല, ഇപ്പം ഞാൻ കൂരാകൂരി ഇരുട്ടിലാണ്. ഈ ഇരുട്ടിൻ്റെ അകത്ത് വെച്ച് എന്നെ എങ്ങനെയായിരിക്കും പൂർണ്ണചന്ദ്രൻ്റെ പ്രശോഭിതമായ നിലാവുള്ള രാത്രിയെ അനുഭവ തലത്തിൽ, നിലാവുള്ള രാത്രിയുടെ അനുഭവ തലത്തിലേക്ക് എങ്ങനെയായിരിക്കും എൻ്റെ തമ്പുരാൻ എന്നെ നയിക്കുന്നത് എന്ന രൂപേണ കാണാത്ത പൗർണമിയെ കാത്തിരിക്കുന്ന അവസ്ഥ, അത് എങ്ങനെയാണെന്ന് അറിയാനുള്ള അന്ധതയുടെ അവസ്ഥയിൽ, എങ്ങനെയാണ് വെളിച്ചത്തിൻ്റെ അവസ്ഥ എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ കാത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഹരമുണ്ട്. ആ ഹരത്തിലുണ്ട് ഈ ഓരോ സെക്കൻഡും മാജിക് ആക്കി മാറ്റുക എന്നുള്ളത്. ആ പൂർണ്ണചന്ദ്രൻ്റെ പ്രശോഭിതമായിട്ടുള്ള രാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഓ നിലാവ് ഉണ്ടായിരുന്നില്ലേ ഇവിടെ, കുറച്ച് കാത്തിരുന്നാൽ മതിയായിരുന്നു അല്ലേ, വെറുതെ ഞാൻ പേടിച്ചിങ്ങനെ സമയം കൊന്നു കളഞ്ഞല്ലോ എന്ന് ചിന്തിക്കാതിരിക്കണമെങ്കിൽ എന്താണ് പേഷ്യൻസ് എന്ന് ചോദിച്ചപ്പോൾ റൂമി പറഞ്ഞല്ലോ അല്ലേ, പൂർണ്ണചന്ദ്രനല്ലാത്ത ന്യൂ മൂൺ ആയിട്ടിരിക്കുമ്പം, ഒരു ചന്ദ്രനുമില്ലാത്ത ഇരുട്ടത്തിരിക്കുമ്പോഴും ഒരു ചന്ദ്രക്കലക്ക് പൂർണ്ണചന്ദ്രനാകാൻ സമയം വേണമെന്ന ഭാവത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അതിന് കാത്തിരിക്കലാണ്. ഒരു മുള്ളിന് പൂവായി മാറാൻ സമയം വേണമെന്ന ഉദ്ദേശത്തോടു കൂടി കാത്തിരിക്കലാണ്. അപ്പോൾ മുള്ള് കാണുമ്പോൾ ഒരാളുടെ ഉള്ളിൽ കാഴ്ചയിൽ കാണുന്നതൊക്കെ മുള്ളുകളാണ്, പക്ഷേ ഈ മുള്ള് എങ്ങനെയാണ് പഠിച്ച തമ്പുരാൻ പൂവാക്കി മാറ്റാൻ പോകുന്നത്? വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇന്ന് വരെ പൂവായി മാറിയത് കാണാത്ത ഒരാൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അത് ഈ മുള്ള് പൂവാവേ, ആര് പറഞ്ഞു, എപ്പോൾ, എങ്ങനെ? വല്ലാത്തൊരു അത്ഭുതമായിരിക്കും എന്നുള്ളതാണ്. വയറ്റിൻ്റെ അകത്ത് ഇരുട്ടത്ത് കിടന്നുറങ്ങുന്ന കുട്ടിനോട് പോയിട്ട് നമ്മൾ പറയുന്നു, നാളെ നീ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്, നീ മനുഷ്യരെ കാണാൻ പോയി. എന്ത് മനുഷ്യർ, എന്ത് വെളിച്ചത്തിൻ്റെ ലോകം, ഇതല്ലാണ്ട് എന്ത് ലോകം എന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കുട്ടി വയറ്റിൻ്റെ അകത്ത് തന്നെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് ആ ആശ്ചര്യം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്നാൽ എന്താണ് ആ ലോകം, എനിക്കറിയണം എന്ന രൂപേണ എന്താണ് എനിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടുള്ള നീതി, എന്താണ് എനിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ
പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നവനും കിട്ടാൻ പോകുന്ന എളുപ്പം, വിശാലത, സന്തോഷ വാർത്ത എന്താണ്? ആരാണ് അവസാനം വിജയിക്കുമെന്ന് പറയുന്ന, സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയുന്ന, ക്ഷമിക്കുന്നവന് എപ്പോഴും വിജയം കൈവരുമെന്ന് പറഞ്ഞ ആ ക്ഷമിക്കുന്നവന് കിട്ടുന്ന വിജയം എങ്ങനെയായിരിക്കും? ഇത്തരത്തിൽ ഒരു വഴിയും കാണാത്ത പെരുവഴിയിലായിട്ടിരിക്കുന്ന, രക്ഷയ്ക്ക് ഒരു വഴിയും ഇല്ല എന്ന് തോന്നുന്ന, ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ വേറൊരു വഴിയും ഇല്ല എന്ന് പറയുന്ന ഘട്ടത്തിലെത്തുന്ന എന്നെ എങ്ങനെയായിരിക്കും അവൻ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പോണത്, സന്തോഷത്തിലേക്ക് നയിക്കാൻ പോണത്? ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുമ്പം വല്ലാത്ത ഹരമായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് സർപ്രൈസിങ് ആവും. അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മൾ ചേർന്നിരിക്കും. ജോലി എവിടെയോ കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി ഫ്ലൈറ്റും കയറി ഏതെങ്കിലും വിദേശ മണ്ണിൽ പോയിട്ട്, ഗൾഫ് മണ്ണിലൊക്കെ പോയിരുന്നിട്ട് ആര് ജോലി തരുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു തോട്ടാണ്, ഒരു ജോലിയും കിട്ടാനില്ല, ഒരു മണ്ണാങ്കട്ടയും കിട്ടാനില്ല. പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയായിരിക്കും എനിക്കൊരു ജോലി വന്നു ഭവിക്കുന്നത്? അത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കും. അത്തരത്തിലുള്ള മനോഭാവത്തോട് കൂടിയിട്ട് കാണാത്ത ലോകത്ത് നിങ്ങൾ എത്തിച്ചേർന്നാൽ, നിങ്ങളുടെ കൺമുന്നിൽ കാണാതിരിക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഹൃദയം കാണുന്ന, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ആശ്ചര്യപ്പെടുത്തുന്ന അനുഭവങ്ങളെ ഏതൊക്കെ വഴിയിലൂടെയായിരിക്കും എന്നിലേക്ക് വരുന്നത്? ഞാൻ ഈ പസിൽ ഒന്ന് കണ്ട് ആസ്വദിക്കട്ടെ എന്ന രൂപേണ ഒന്ന് ഇരുന്ന് നോക്കിയേ. അതാണ് സറണ്ടറൻസ്. ആ ഇരുത്തത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളിങ്ങനെ ആശ്ചര്യം കൂടിയിരിക്കുന്ന ഒരുപാട് സന്ദേശവാഹകരിങ്ങനെ വരും, പല മെസ്സഞ്ചേഴ്സും വരും. അപ്പോൾ നിങ്ങളറിയാം, ഇവരെ ആക്ച്വലി ഈ മെസ്സേജ് തരാനാണ് വന്നത്, ഇവരെ ആക്ച്വലി ഇതിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുപോകാനാണ് വന്നത്, ഇവരെ ആക്ച്വലി എന്നെ ആട്ടി ഓടിച്ചിട്ട് ഞാൻ ഇരിക്കേണ്ട യഥാർത്ഥ ഇടത്തേക്ക് ഇരിക്കാനാണ് അയാൾ എന്നോട് ദേഷ്യം പിടിച്ച് ഓടിച്ചത്. ഇങ്ങനെ പല 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 സീക്രട്ടുകൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പം ലൈഫ് എന്തൊരു അത്ഭുതമാണില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നില്ല.